ഇപ്പൊ സമയം 12:10. ഈ സമയത്ത് ഇവിടെ നടവയൽ ലൈവാണ്, വയനാട് വിഷൻ ലൈവാണ്. ഇപ്പൊ എന്റെ കൂടെ ഉള്ളത് ഇന്നലെ മുതൽ തന്നെ റാഷിദ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, ഗ്രൂപ്പ് ഡാൻസ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്നുള്ളത്. അങ്ങനെ ഗ്രൂപ്പ് ഡാൻസ് ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട്. തുടങ്ങി വെച്ചത് നമ്മുടെ UP വിഭാഗത്തിലെ കുട്ടികളാണ്, അതിൽ വിജയികളാണ് എന്റെ കൂടെ നിൽക്കുന്നത്. LFUP മാനന്തവാടിയാണ് ഇത്തവണ ഗ്രൂപ്പ് ഡാൻസ് UP വിഭാഗത്തില് 1ാം സ്ഥാനം നേടിയിട്ടുള്ളത്. സുന്ദരികൾ എല്ലാവരും വളരെ സന്തോഷത്തോട് കൂടിയിട്ട് നമ്മുടെ പവലിയനിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും നല്ല പുഞ്ചിരിയോട് കൂടിയിട്ട് നല്ല അടിപൊളി കോസ്റ്റ്യൂമിലൊക്കെ നല്ല കളറായിട്ട് നിൽക്കുകയാണ്. വലിയ സന്തോഷം. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? സൂപ്പർ അല്ലേ? അപ്പോഴത്തേക്ക് നിങ്ങൾ ഫേമസ് ആയി. എവിടെ കണ്ടോ? സംഘനൃത്തത്തിൽ നിറഞ്ഞാടി മാനന്തവാടി ലിറ്റിൽ ഫ്ലവർ UP സ്കൂൾ. കൺഗ്രാറ്റ്സ്, അഭിമാന നേട്ടം. ഡാൻസ് ടീച്ചറായ പ്രീതിയാണ് പരിശീലക. പ്രീതി ഇവിടെ ഉണ്ടോ? പ്രീതി ടീച്ചർ ഉണ്ടോ? ടീച്ചർ എവിടെ പോയി? ഉണ്ട് ടീച്ചർ. ടീച്ചർ ഭയങ്കര തിരക്കിലാവും തോന്നുന്നുണ്ട്. നമുക്കൊന്ന് പരിചയപ്പെടാം. അല്ലെ, ഇങ്ങോട്ട് നോക്ക്. ടീച്ചറെ നോക്കുകയാണ്. ടീച്ചർ അവിടെയാന്ന് പറഞ്ഞപ്പോ നമുക്കൊന്ന് പരിചയപ്പെടാം. പേരൊന്നും പറയുമ്പോളുടെ ദിയ മരിയ. ഇവിടെ നിയ തെരേസ്. അടുത്ത ആൻഡ്രിയ ജോസഫ്. ഇവിടെ മോളുടെ പേര് ഗാഥ കല്യാണി. ഇവിടെ നിവേദിത അജേഷ്. എസ്ലിൻ വിജേഷ്. ഗാഥ കല്യാണി. ബാബ കല്യാണി എന്നൊക്കെ കേട്ടിട്ട്. ഗാഥ കല്യാണി ആരാണിത് ലീഡ് ചെയ്ത് കളിക്കുക? അങ്ങനെയൊന്നുമില്ല. ആരാണ് ലീഡറൊക്കെ ഉണ്ടോ? ഇല്ല, മോളാണ് സെന്റർ. പിടിക്കൂ, മൈക്ക് പിടിക്കൂ. നിനക്ക് എന്താണ് മൈക്കിനോട് ഇത്ര ദേഷ്യം? പിന്നെ എസ്ലിനും നിന്നുണ്ടായിരുന്നു. എന്താണ് നിങ്ങളെ ഒരു തീം എന്തായിരുന്നു ഇതില് ഡാൻസില്? മുരുകന്റെ. അതാണ് ഇങ്ങനെ അല്ലേ? പളനിമല മുരുകനാണോ? മുരുകന്റെ എന്താണ് അവതാരങ്ങളാണോ അതോ വേറെ എന്താണ്? മുരുകന്റെ കല്യാണവും മുരുകന്റെ കഥകളും ഒക്കെ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ്. അമ്പയ്യാറൊക്കെ എല്ലാ പരിപാടികളും ഉണ്ടോ? ഉണ്ട്. ഓക്കെ. അപ്പൊ ഇത് നിങ്ങള് ഫസ്റ്റ് ടൈം ആണോ വിജയിക്കുന്നത്? LFUP ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് UP വിഭാഗത്തില് കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടോ ഇതില്? കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് തേർഡ് ഉണ്ടായിരുന്നു. ഇത്തവണ സബ് ഡിസ്ട്രിക്റ്റിൽ ഫസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷം നിങ്ങള് ജില്ലയിൽ തേർഡ് ആയിരുന്നു. സബ് ഡിസ്ട്രിക്ട് തേർഡ് ആയിരുന്നു. ഇപ്രാവശ്യം ഫസ്റ്റ് വന്നതിന്റെ ഒരു സന്തോഷം ഉണ്ട് എല്ലാവർക്കും അല്ലെ? ആരാണ് നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന? ആരാണ് ഇതിന് കൂടുതൽ? പ്രീതി മിസ് ഉണ്ട്, പിന്നെ ഞങ്ങളെ ടീച്ചറൊക്കെ ഉണ്ട്. അവരെല്ലാരും നല്ല സപ്പോർട്ടാണ്. നിങ്ങളെ കൂടെ കളിച്ചവരുടെ പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നു അതിനിടയില്? എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടികൾ എങ്ങനെ കളിച്ചു? നന്നായിട്ട് കളിച്ചു. ഓക്കെ. അപ്പൊ നിങ്ങള് ഈ കോസ്റ്റ്യൂം ഒക്കെ ആരാണ്? ടീച്ചർ തന്നെയാണോ സെലക്ട് ചെയ്തിരുന്നത്? സെലക്ട് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ എത്ര സമയം എടുക്കും ഇതിങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ ഈ വേഷത്തിൽ ഇങ്ങനെ സുന്ദരികളായിട്ട് വരെ എത്ര സമയം എടുക്കും? രാവിലെ വന്നിരുന്നു. രാവിലെ വന്നെന്ന് പറയുമ്പോ ഇന്നലെ രാവിലെയാണ്. ഇന്ന് രാവിലെ ആയി. ഇപ്പൊ 12 മണി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വന്നതാണ്. അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച അതിനിടയില് സമയം കിട്ടി? ഉച്ചക്ക് പിന്നെ ഇപ്പൊ ഒന്നും കഴിച്ചില്ല? അയ്യോ, കുട്ടികൾ വിശന്നൊക്കെയുണ്ട്. നമുക്ക് വളരെ വേഗം ഇവരെ വിടണം എന്നുള്ളതാണ്. അതിനു മുമ്പ് പോയിന്റ് നില എങ്ങനെയാണെന്ന് അറിയണമെന്ന് പലർക്കും ഒരു ആഗ്രഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ പോയിന്റ് നില ഇപ്പൊ മാനന്തവാടി ഇവര് വിജയിച്ച് വന്നതുകൊണ്ട് തന്നെ മാനന്തവാടിയാണ് ഇപ്പൊ നിലവില് മുന്നില്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി ഇവർക്ക് പങ്കുവെക്കാനുണ്ടാവും എന്നുള്ളതാണ് അല്ലെ? മാനന്തവാടി മുന്നിലെത്ത്. നോക്കൂ, മാനന്തവാടി ഉപജില്ല 854 പോയിന്റ്, ബത്തേരി ഉപജില്ല 799, വൈത്തിരി ഉപജില്ല 739. അപ്പൊ വൈത്തിരി കുറച്ച് നന്നായിട്ട് ഇപ്പൊ കയറി വരുന്നുണ്ട് എന്നുള്ളതാണ്. മാനന്തവാടി തുടങ്ങിയത് മുതൽ തന്നെ ഒന്നാമതായിട്ടായിരുന്നു. അപ്പൊ ആ ഒന്നാമത് ഇങ്ങനെ നിലനിന്ന് പോവാണ്. നിങ്ങൾ ഇങ്ങനെ നേടിക്കൊടുക്കുകയാണ് മാനന്തവാടി ഉപജില്ലയ്ക്ക് അല്ലേ? അപ്പൊ വലിയ സന്തോഷം. അപ്പൊ നമ്മള് ഈ ഒരു സമയത്ത് നമ്മള് ഒരു സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, വയനാട് വിഷന്റെ സ്നേഹ സമ്മാനം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നൽകുകയാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഓക്കെ അല്ലേ? അടിപൊളിയായിട്ട് കളിച്ചു. ഇപ്പൊ ഇവിടെ വിജയിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ സ്റ്റേജിൽ വലിയ ടെൻഷനൊന്നും ഇല്ലാതെ നിങ്ങൾ പെർഫോം ചെയ്തു എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ടെൻഷൻ ഉണ്ടായിരുന്നു? മോക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു? ഇല്ല. എല്ലാരും ഇതിൽ ആർക്കാണ് കൂടുതൽ ടെൻഷൻ ഉള്ള? ആർക്കാണ് പ്രത്യേകിച്ച് ടെൻഷൻ? നിങ്ങൾ ആരെങ്കിലും വേറെ ഐറ്റത്തിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടോ ഇതില്? ഗാഥ വേറെ ഐറ്റത്തിൽ എന്തിലാണ് പങ്കെടുത്ത മോള്? ഞാൻ സബ് ഡിസ്ട്രിക്റ്റില് ഐറ്റത്തിനൊക്കെ ഉണ്ടായിരുന്നു. ഇതില് പാട്ട് പാടുന്ന ആരെങ്കിലും ഉണ്ടോ ഇതില്? ഗാഥ തന്നെയാണ്. എല്ലാം ഗാഥ. എന്താ ഇത്? ഗാഥ ജാം. അപ്പൊ ഗാഥ ഒരു പാട്ട് പാടും. ഈ കോസ്റ്റ്യൂമിൽ ആരും പാട്ട് പാടി കേട്ടിട്ടില്ല. ഒന്നും പാടും നോക്കട്ടെ.
ഗാഥേന്റെ പാട്ടാണ് സുഹൃത്തുക്കളെ. നിങ്ങളൊക്കെ കൽപ്പറ്റക്കാരാണോ? അല്ല, എന്റെ മാനന്തവാടിയിലെ കുട്ടികൾക്കൊന്ന് കൈയടിച്ചു കൊടുക്ക്. നല്ല കുട്ടികൾ നല്ല തകർത്ത് അടിച്ച് കളിച്ചാണ്. ആ പാടിക്കോ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൈയടിയാണ്. പാടും. ഒരു സിനിമ പാട്ട് ആ മതി, സിനിമാ പാട്ട് മതി, ഭക്തിഗാനൊന്നും വേണ്ട. മണി 12:15 പാടിക്കോ, സിനിമാ പാട്ട് മതി, പാടിക്കോ. അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളി കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളി കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ, ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റില ചെല്ലവുമായി താനേ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമി അപ്പാടി മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവി. കഥ കേട്ട് മെല്ലെ മിഴി പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നി, തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. അടിപൊളിയായിരുന്നു കേട്ടോ. നീ ഉറങ്ങുന്നൊക്കെ പറയുമ്പോ പലരും ഇവിടെ ഉറക്കം വന്നാണ് നിൽക്കുന്നത്.